ഹലോ ഗേസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ആട് ഫാമും പിന്നെ ആടിൻ്റെ ഇറച്ചിയും പിന്നെ അതേപോലെ മീനിൻ്റെ ഷോപ്പിലും പോവാണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കാണിക്കാൻ പറ്റും നോക്കട്ടെ. പിന്നെ ആടിൻ്റെ കടയിൽ പോയിട്ട് അവിടെ പല ടൈപ്പിലുള്ള ആടുകളിൽ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. ഞാൻ അവിടെ പെരുന്നാൾ വലിയ ടൈമിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇറച്ചിക്കാണ് പോയിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആടെന്ന് അറിയില്ല. പിന്നെ അപ്പം എന്താ നമുക്ക് അവിടെ പോയി കാണിച്ചു തരാം ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മൃഗസ്നേഹികളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ പണ്ട് ഇതേപോലെ വളർത്തിയ തന്നെയാണ്. ആടിനൊക്കെ വളർത്തിയിരുന്നു, ചെറുപ്പത്തിലൊക്കെ വളർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വളർത്തിയിട്ടൊന്നും ഒരു 10-15 കൊല്ലമായിട്ട് വളർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കാണുക. പല ടൈപ്പ് ആടിൽ നിന്ന് പറഞ്ഞേക്കുണ്ടെന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ അതേപോലെ നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വീഡിയോക്ക് കിടക്കുകയാണ്. ഞാൻ എന്തായാലും അവിടെ പോയോട്ടെ. ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ അവസ്ഥ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആടിൻ്റെ ഫാമാണ് ഇത് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ആടുകൾ കണ്ടിക്കണമെന്ന് അറിയില്ല. കാണാത്തവർക്ക് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും അങ്ങോട്ട് കയറി നോക്കട്ടെ. ക്യാമറ അവിടെ അലോട്ടാണ് നമുക്ക് അറിയില്ല. പിന്നെ അവിടെ ഇറച്ചി വെട്ടുന്ന സ്ഥലമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറി നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ആടിനെ കണ്ടാൽ എത്ര ആയാലും മടുക്കൂല. കാരണം അത്രയും ആടുകളുണ്ട്. പിന്നെ പല പല ടൈപ്പ് ആടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാലും കണ്ടിട്ട് ചടക്കൂല. കാരണം ഓരോ മോഡൽ ആട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്നാൽ അപ്പോൾ ഇതൊക്കെ നമ്മളെ തൊപ്പുള്ള ആട് തന്നെ. അവിടെ നിൽക്കണേ കണ്ടില്ലേ, എന്താ സാധനം നിൽക്കണതൊക്കെ നമ്മൾ നോക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഒരുപാട് ആടുണ്ട് ഇവിടെ, കുറച്ചൊന്നല്ലാണ്, ഇഷ്ടം പോലെ അപ്പുറത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാടാണ്. ഇതൊക്കെ പല ഓണർമാരാന്ന് തോന്നുന്നുണ്ട്. പല കടലുണ്ട്. ഇങ്ങനത്തെ ആട് നമ്മുടെ നാട്ടിൽ കാണാത്തവരുണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാർ കാണാത്തവരുണ്ടാവും. അങ്ങനെ ഇവിടുത്തെ ആട് കൊമ്പൊക്കെ ഉണ്ട്. അതിൻ്റെ പശുവിൻ്റെ കൊമ്പ് പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലേ. ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. കൊമ്പില്ലാത്ത ആടുണ്ട് കേട്ടോ കണ്ടിട്ട്. ഈ ആടിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, ഇതിൻ്റെ കഴുത്തിൻ്റെ അങ്ങ് തൂങ്ങി കാണിക്കണേ. നമ്മളവിടെ കാളകൾക്കൊക്കെ ഉണ്ടല്ലോ മുകളിൽ തൂങ്ങി കാണിക്കണം. അതേപോലെ തന്നെ നേരെ ആരിക്കൊക്കെ തൂങ്ങി കാണിക്കണം. ഒരു വെറൈറ്റി ആട്. പക്ഷേ അങ്ങനത്തെ ആ ആടിൻ്റെ എല്ലാ കളറും കണ്ടില്ലേ. പിന്നെ തലൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കറുപ്പും ബാക്കിയുള്ള ഭാഗം വെളുത്തുങ്ങാണ്ടോ. അവിടെ ഉള്ളൊക്കെ അങ്ങനെ തന്നെ, എല്ലാ ആടും അങ്ങനെ തന്നെ. കാണാൻ രസം കേട്ടോ. ഇത് ഇവിടുത്തെ ആടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും മറ്റേത് ഇവിടെ കോയത്ത് ഇവിടെ വളർത്തലാണ്. ഇവിടെ മരുഭൂമിയിലൊക്കെ വളർത്താൻ കറക്കുന്നുണ്ട്. കറുത്ത ആടിൻ്റെ കൊമ്പൊക്കെ ഉണ്ടാവും. നല്ല വെള്ളിക്കൂറ്റൻ കാളൻ്റെ കൊമ്പ് പോലൊക്കെ ഉണ്ട്. ഈ ആടിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, നല്ല ഹൈറ്റ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 3.5 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ടാവും നമ്മളെ കണക്കിൽ. 3.5 അടി 3.5 മേലെ ഉണ്ടാവും. അതിൻ്റെ കൊമ്പ് ഉണ്ടാവും. എന്തല്ലേ പവറുള്ള കൊമ്പ്. അതിൻ്റെ ചെവി ഉണ്ടെങ്കിൽ എന്താ ചെവി. എന്നിട്ട് ആടിനെ ആരെയും കണ്ടിക്കണം നാട്ടിൽ. അടിപൊളി ആട്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. ഇതാ അതിൻ്റെ കൊമ്പൊക്കെ ഉണ്ടാവും. പൂത്തിൻ്റെ കൊമ്പ് പോലെ. പറിക്കണൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കണേ. പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചപ്പുല്ലാട്ടൊക്കെ തിന്നണത്. എന്ത് സാധനം എന്നറിയില്ല. ഒരു ഇലന്നല്ലാത്ത ഏറ്റവും പുല്ല്. നമ്മളെ ഭക്ഷണം അതായിരിക്കും, നമുക്കറിയാം. നമ്മളെ നോക്കണുണ്ടല്ലേ.
ചെവി കണ്ട എന്തല്ലേ മുഖം തന്നെ കണ്ടാൽ വേറൊരു ലുക്ക്. ആടിൻ്റെ അതേപോലെ രോമം വ്യത്യാസം കിട്ടും. കറുത്താടിൻ്റെ ബ്രാൻഡായിട്ടാണെന്നറിയില്ല. പിന്നെ ഇതിൻ്റെ കൊമ്പുണ്ട്, പിന്നെ 1.5 കൊമ്പാണ്. എൻ്റെ ചെവിക്ക് എന്തോ പ്രത്യേകത ഉണ്ട്, മൊത്തത്തിലൊരു പ്രത്യേകത ഉണ്ട്. നേരെ ഞാൻ അടുത്ത സെക്ഷനിൽ നോക്കുകയാണ്. ഇവിടെ ഇതാ പല ടൈപ്പ് ആട്. പാലൊക്കെ വന്നിട്ട് അവിടെയൊക്കെ നിലത്തെത്തിയിട്ടുണ്ട്. പെണ്ണാടാട്ടോ. ഇതിന് ചെവി നല്ല വലിപ്പമുണ്ട്. കൈ ഇട്ടിട്ട് കൈകൊണ്ടൊന്നും വരുന്നില്ല. പല സ്ഥലത്തുള്ള ആടുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ അടിയിൽ നമ്മളെ പ്രാവ് ഇതവിടെ ഭക്ഷണം പ്രാവൊക്കെ കഴിക്കണുണ്ടല്ലോ. എന്താ കഴിക്കല്? ആടിനെ കൊണ്ടുവന്ന ഫുഡിൽ ഉണ്ടോന്ന് തപ്പാണ്. അപ്പുറത്ത് കിളികളുണ്ട്, അരിപ്രാവുണ്ട്, പിന്നെ അവിടെ മറ്റേ വീട്ടിലുള്ള പ്രാവുണ്ട്. ഇതാ പെണ്ണാടിൻ്റെ ബാക്കിയുള്ളത് കൂറ്റനാടാണ്. നമ്മുടെ കൂറ്റെന്നറിയും ആണാടിന്. പിന്നെ ഇതിൻ്റെ ചെവി നല്ല വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചെവിക്ക് നീളം കൂടുതലാന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്തൊക്കെ വലുതാ. ഇവിടെ എവിടെ ആടിൻ്റെ സ്മെല്ല് നല്ല ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചെവിയൊക്കെ ഉണ്ടല്ലേ. നാട്ടിൽ കാണാത്തവർക്കൊക്കെ നമ്മൾ നല്ല അടിപൊളി ആടെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ആട് പ്രേമികളൊക്കെ ഉണ്ടാവും നാട്ടിൽ. പിന്നെ കണ്ടിൽ വെച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആടുണ്ട്. അപ്പോൾ ആ ആട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചക്ക അതിൻ്റെ മുന്നേക്ക് വന്നല്ല, മറ്റൊന്നെ കാണിച്ചു തരുമായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ അത് നീളം തന്നെ ഇല്ല. നീളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1.5 അടി നീളം ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുഖവും ഇതല്ല കേട്ടോ. ഈ ചെവിയുള്ള ആടല്ല, അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ല ഭക്ഷണം കഴിക്കുന്ന ആടിനെ ഞാൻ പറഞ്ഞിരുന്നു. കിട്ടണില്ല. മറ്റേ ഇതിന് മുന്നിൽ കപ്പത്തിന് ഒരാൾ വന്നു. തുണി കളിക്കണതാ, ചെവിമ തൊടാൻ പറ്റുമെന്നോ? ചെവിമല് കൈ കാണിക്കുമ്പോൾ പോവാട്ടെ, ഒരു പേടിയുണ്ടാവും. പിന്നെ എന്നെപ്പോലല്ല, ഇപ്പം നല്ലൊരു കൂറ്റൻ താടിയുള്ളൊരു ചെക്കനെ കാണിച്ചു തരാം. നല്ല അടിപൊളി ചെക്കനാണ്. രണ്ട് കാവൽക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ആ ചെക്കന് കണ്ടോ? എന്താല്ലേ ഈ താടിയൊക്കെ, ഏത് താടി? എണീറ്റ് പോയി. അടിക്കുന്ന ആൾ വന്നു. ഇവിടെ നോക്കുന്ന ആളുണ്ട്. ഇവിടെ നോക്കാൻ പോയത്. അതിൻ്റെ അടിക്ക് നടുവ് പോയതുകൊണ്ട് ഇപ്പം താടി കാണില്ല. എനിക്ക് 2 കാവൽ നിൽക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. ഇതാ അതിൻ്റെ നാട്ടിൽ ഞാൻ കാണിച്ചിരുന്നില്ല, കുട്ടിയാട്. അതിൻ്റെ വേറെ കളറിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ കഴുത്തിൽ ഉണ്ട് 2 സാധനം തൂങ്ങി നിൽക്കണം. അതിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ കളർ ഒറ്റ കളറ്. ഒരു കളറെന്ന് വെച്ചാൽ ലൈറ്റ് കളറായിട്ട് വരുന്നത്. എല്ലാവരും എൻ്റെ ക്യാമറ കണ്ട് ഒളിച്ച് നിൽക്കുകയാണ്. അതാണ്ട് ആടിൻ്റെ ഒക്കെ ഇവരെ മേത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അവനൊക്കെ എൻ്റെ ക്യാമറയ്ക്ക് നോക്കി നിൽക്കുകയാണ്. എന്താ പാടെ, സുഖമല്ല? എന്താ നോക്കണേ? അതിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ട്. കഴുത്തിലൊക്കെ ഇങ്ങനെ 2 സാധനം തൂങ്ങി നിൽക്കണ്. പിന്നെ കൊമ്പ് പ്രത്യേക ടൈപ്പ് കൊമ്പാണ് ഉണ്ടാകും.
ഇതൊക്കെ കാണുമ്പോൾ നാട്ടിലത്തെ മാനിനെ ഓർമ്മ വരും. അവനെ അറ്റാക്കിങ്ങും ചെയ്യേണ്ട ഇടക്ക്. അവൻ്റെ കൊമ്പണ്ടില്ല വളഞ്ഞിട്ട്. ഈ ആടിൻ്റെ മേത്തുനിന്നുള്ള തൊപ്പ് ഒഴിവാക്കിയതാണ് കേട്ടോ. ഇവർ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട്. മറ്റേ ഷേവിങ് സെറ്റ് ഉപയോഗിച്ചിങ്ങാണ്ട് കളയലുണ്ട്. അങ്ങനെ കളഞ്ഞാൻ തോന്നുന്നുണ്ട്. അതിന് വേറെ പ്രത്യേകത ഉണ്ട്. അതിന് ബാക്ക് കണ്ടില്ല തൂങ്ങിയാണ് നിൽക്കണത്. അങ്ങനത്തെ മോഡൽ ആടാട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇനി ഇതെന്താടാന്ന് വിചാരിക്കണ്ട. എല്ലാവരും ക്യാമറയ്ക്കാണ് നോക്കണത്. ഒരു ഹായ് പറഞ്ഞോളി. ക്യാമറയ്ക്ക് നോക്കുമ്പോൾ ഒരു ഹായ് പറയട്ടോ. നമ്മളടുത്ത ചെറിയ മാൻകുട്ടി ഇതാ. മാൻകുട്ടിയല്ല, മാൻകുട്ടി നമ്മൾ കാണുമ്പോൾ മാൻകുട്ടിനൊക്കെ ഓർമ്മ വരും. ചൂടാണ്. ഇപ്പനവിടെ വായൊക്കെ തുറക്കണതാണ്. വെള്ളത്തിനാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. വേണ്ടോ വെള്ളംകുട്ടി ചൊറിയുണ്ട്. കാണുന്ന ഇതുണ്ട് മാൻ്റെ ലുക്ക് തന്നെ കണ്ടാൽ. തല്ലുണ്ടാക്കല്ലേ, തല്ലുണ്ടാക്കില്ല. ഇന്നത്തെ അവിടെ നിൽക്കാം. അടുത്തൊക്കെ ആൾക്കാരൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാലും ആടിൻ്റെ കളിയാണ് ഇവിടെ. ഇതൊക്കെ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും, അപ്പുറത്തെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പാവം നിൽക്കണം. ഞാനങ്ങനെ ഫാമുകളെ കണ്ട് നടക്കുന്ന ഇങ്ങനെ പോവുകയാണ്. പിന്നെ ആടിനെ കണ്ടാലും മതി വരില്ല, അത്രയും ആടുണ്ട്. എന്താ ഒരു കൂട്ട ആടുകൾ നിൽക്കണുണ്ടല്ലോ. നമ്മളെ വീണ്ടും മാൻകുട്ടികൾ ഇഷ്ടം പോലെ ഇതാ. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട സാധനം ഇതാ, ചെറിയ കുട്ടിയാട്. 1.5 ആൾ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ അടിയിൽ വലിയ ആൾക്കാരും ഉണ്ട്, കുറച്ചുണ്ട്. നോക്കണേ തന്നെ കിടക്കാണ്. ഈ സാധനമൊക്കെ കമ്പിളി പോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും തോന്നുന്നുണ്ട് കമ്പിളി പോപ്പൊക്കെ ഉണ്ടാക്കല്. നല്ല സ്മൂത്ത് ഉണ്ട്. അപ്പം എല്ലാം ഉണക്കി ഫിൽറ്റർ ചെയ്ത് അങ്ങനെ അവിടുന്ന് ആടുകളൊക്കെ കണ്ടുങ്ങാണ്ട് നേരെ ഇവിടുന്ന് ആട് ഫാമിൽ നിന്ന് പുറത്ത് ഇറങ്ങുക. എന്നിട്ട് നേരെ നമുക്കിനി ഇറച്ചി വെട്ടിനടുത്ത് പോകണം. ആടിനെ അറക്കുന്ന സ്ഥലമുണ്ട്. അറക്കണ ഇപ്പുറത്താണ്. അപ്പോൾ അവിടെ കാണിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ അലോഡല്ല. പിന്നെ അറക്കിങ്ങാണ്ട് നമുക്ക് ഇറച്ചൊക്കെ തരുന്ന സ്ഥലമുണ്ട്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ആടിനെ അറക്കൽ. പക്ഷേ നമുക്കവിടെ ക്യാമറ അലോഡല്ല അറക്കിനോടത്തൊക്കെ. ഇവിടെ കോഴിക്കുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഏത് ആടിനൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് അറപ്പിക്കുക, വീട്ടിൽ കൊണ്ടുപോവുക, സൈസാക്കുക. ഇനി ഞാൻ നേരെ പോകാനുള്ള അപ്പുറത്തേക്കാണ് പോകാനുള്ളത്. അവിടെ ഉണ്ടാവും ബിൽഡിങ്. അവിടെ പോലെ നമുക്ക് അറുത്തങ്ങാണ്ട് തരുന്ന സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോണത്.